എല്ലാവർക്കും വണ്ടർഫുൾ ഗുഡ് മോർണിംഗ്. MR മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ SIT സൗത്ത് ഇന്ത്യൻ ടീം ലീഡേഴ്സ് എന്തായാലും എന്നെ മനോഹരമായി പരിചയപ്പെടുത്തി. എന്റെ പേര് അനീഷ്, തലശ്ശേരിക്ക് അടുത്താണ് എന്റെ സ്വദേശം. എന്തായാലും നമുക്കറിയാം, ഇങ്ങനെയൊരു അവസരം തന്ന നമ്മളൊക്കെ ഗ്രേറ്റ് ലീഡർ എന്തായാലും എല്ലാ ദിവസവും മോർണിംഗ് മീറ്റിങ്ങിലൂടെ നമ്മളെ MR മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ എല്ലാവിധ സാധ്യതകളും നമുക്ക് കൊണ്ടെത്തി തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള സേവിയർ സാറിനും, അതേപോലെ തന്നെ CEO ആയിട്ടുള്ള റാഫി സാറിനും, എന്റെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള അജിലേഷ് സാറിനും നന്ദി അറിയിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, എല്ലാ ദിവസവും നമ്മൾ ഇപ്പോൾ കൃത്യമായി കമ്പനിയുടെ പ്ലാൻ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അറിവെന്ന് പറയുന്നത് ഏത് രക്തത്തെക്കാൾ അമൂല്യമുള്ളതാണ്. അറിവ് നേടിയെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മളെ സമയവും അതേപോലെ തന്നെ അറിവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സൗത്ത് ഇന്ത്യൻ ടീം എല്ലാ ദിവസവും പെയിൻ എടുത്ത് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക്, ഇപ്പൊ നല്ല മഴയാണ്, കോരിത്തെരിച്ച് ചെയ്യുന്ന മഴയത്ത് പോലും നമ്മൾ എല്ലാവരും 6 മണി എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാർ, ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ച സമയത്ത് 5:45 തന്നെ പല ആൾക്കാരും ഇതില് ജോയിൻ ചെയ്യുന്നു. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം വിജയിക്കണമെന്ന ആ ഒരു ആഗ്രഹത്തോടെ ഒരു കൂട്ടം ആൾക്കാർ, ഒരുപാട് ആൾക്കാരെ വിജയിപ്പിക്കണം എന്ന് തീരുമാനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷനാണ് സൗത്ത് ഇന്ത്യൻ ടീം. അതിന്റെ സാരഥികളും അതേപോലെ തന്നെയാണ്. നമ്മളെപ്പോഴും പറയും നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കൊരു വേദന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു വിജയമുള്ളൂ. എന്തായാലും ഇതേപോലെ ഇരുന്ന് പഠിക്കാനും ഇതുപോലെ കുറച്ച് പേര് പറയുന്ന കേൾക്കാനും, നമ്മളൊരു കേൾവിക്കാരനാകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണ്. കാരണം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന ഒരുപാട് പേര് കേൾക്കാൻ ഇരിക്കുകയുള്ളൂ. അപ്പൊ അത് തന്നെ ഒരു വലിയ സംഭവമാണ്. എന്തായാലും ഇന്ന് ഈ ബിസിനസ് നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത, ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്തായാലും നമ്മളെ സ്ലൈഡിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് പ്ലാന് നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്ലാന് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഓരോ ലീഡേഴ്സും വളരെ ഭംഗിയായി നമുക്ക് പ്ലാൻ എടുക്കുന്നത്. അതിൽ നമുക്ക് ഗ്രേറ്റ് ലീഡേഴ്സിലുള്ള നമ്മുടെ RK സാറും, അതേപോലെ തന്നെ നമ്മുടെ ജയപ്രകാശ് സാറ്, ജിവിൻ സാറ്, ഹരികൃഷ്ണൻ സാറ്, ഇവരൊക്കെ വളരെ ഭംഗിയായി. ഇന്നലെ നമ്മുടെ ഷെഖിൽ സാറ്, എന്റെ അപ്ലൈൻ ലീഡർ കൂടിയാണ് ഷെഖിൽ സാറ്, ഇവരൊക്കെ നന്നായി പ്ലാൻ എടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായി നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും നമ്മളെ നെറ്റ്വർക്ക് ആണോ അതോ പിന്നെ ഈ മണി ചെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പല ആൾക്കാർ കളിയാക്കുന്നുണ്ടെങ്കിൽ, സത്യത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന്റെ സാധ്യത അവർക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവർ നമ്മളെ കളിയാക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ പറയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും റിലയൻസ് അംബാനി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടീശ്വരൻ ആരെന്ന് ചോദിച്ചാൽ അംബാനിയാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചാൽ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തത് റിലയൻസ് അംബാനിയാണ്. അതേപോലെ നമ്മൾ അഭിമാനത്തോടെ നമ്മുടെ മനസ്സിൽ തന്നെ എപ്പോഴും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ, ഏറ്റവും നല്ല ഒരു നെറ്റ്വർക്കർ ആയിരിക്കണം ഞാൻ എന്ന് നിങ്ങൾ സ്വയം തീരുമാനം എടുക്കണം. അതാണ് നെറ്റ്വർക്ക് പ്ലസ് മാർക്കറ്റിംഗ്. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സാധ്യത നമ്മൾ ഉപയോഗിക്കുക. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരുപാട് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ഒന്നിൽ കൂടുതൽ ജില്ലകളും ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളും ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്പർ 1 നെറ്റ്വർക്കറായി മാറിയിരിക്കും. അതുകൊണ്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ്. യെസ്, ഐ ആം എ നെറ്റ്വർക്കർ എന്ന് പറയുന്നതിൽ യാതൊരുവിധ ഒരു കുറവും നമുക്ക് വേണ്ട. നമ്മൾ ആത്മാർത്ഥമായി നെഞ്ചോടെ ഏറ്റെടുത്ത് നമ്മൾ പറയാൻ നിൽക്കുന്ന വാക്കാണ് നെറ്റ്വർക്കർ. അതായത് നല്ലൊരു നെറ്റ്വർക്ക് ആകാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കുക. ഇനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ദ പവർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്താണ് നമ്മുടെ പവർ ഓഫ് നെറ്റ് മാർക്കറ്റിംഗ്? ഒന്ന്, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും. നമുക്ക് ഒരുപാട് സമ്പത്തുകൾ നമുക്ക് ഉണ്ടാവും. രണ്ടാമത്തെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫ്രീഡം. ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നിതാണ്, ഇന്ന് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫ്രീഡം. ഇവിടെ പല മേഖലയിലും പല ആൾക്കും ഫ്രീഡം ഇല്ല, സ്വാതന്ത്ര്യവും ഇല്ല. അവര് കൃത്യസമയത്ത് വർക്ക് ചെയ്യണം, കൃത്യസമയത്ത് പോകണം, ടാർഗറ്റ് ഒക്കെ കൊടുത്ത് മൊത്തം ഭ്രാന്തകളിലേക്ക് എടുക്കുക.
അപ്പം ഇത് പവർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് എപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എവിടെ പോകണം, എങ്ങനെ പോകണം, പക്ഷേ എങ്ങനെ പണം കിട്ടണം എന്നൊക്കെ നമ്മൾ ആരും നിയന്ത്രിക്കുന്നില്ല. അതേപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പം MC ചെയ്ത മേഡം ഒരു വീട്ടമ്മയായി ഇരിക്കേണ്ട ആളായിരിക്കും ചില സമയത്ത്, പക്ഷെ ഇന്ന് നന്നായി MC ചെയ്തു. അതേപോലെ തന്നെ ഒരുപാട് മേഡങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ തെൻസീറ മേഡം, സ്വാതി മേഡം, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇന്ന് വീട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വലിയൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മേഖലയിൽ ഏറ്റവും കിട്ടുന്ന വേറൊരു ഗുണമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇനി അടുത്ത് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം. നമ്മളിവിടെ ഒറ്റയ്ക്കല്ല, ഇവിടെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര്, ഒരുപാട് ലീഡേഴ്സ് അതിനുവേണ്ടി തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പറ്റം ലീഡേഴ്സ് അതിന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഗുണം വെച്ചാൽ ഇവിടെ കഴിവുള്ള ആളും കഴിവില്ലാത്ത ആളും പ്രായമുള്ള ആളും പ്രായമില്ലാത്ത ആളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അവർ വിജയിച്ചു പോകും. ഇനി ഇവിടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനോ ഇത് ബിസിനസ് ചെയ്യാനോ ഇവിടെ ഇൻവെസ്റ്റ്മെന്റോ വലിയൊരു കോസ്റ്റ് ഇവിടെ ഇല്ല. ഇതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആർക്ക് വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അടുത്തത് ലിവറേജിങ് എക്സ്റ്റൻഡ് പ്രൊഡക്റ്റ്. നമുക്ക് കിട്ടുന്ന ബ്രാൻഡുകളും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളും നമ്മൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമ്മൾ നോക്കുക. ഇതാണ് നമുക്ക് ചില സമയത്ത് ഇവിടെ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് MR മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മളെ കൈ കിട്ടിയ ആ പ്രൊഡക്റ്റുകളും ആ ബ്രാൻഡിനെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ. നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമുക്ക് ഒരു ദിവസം തന്നെ 2 ഇൻകമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന കമ്പനി. ഇത് ഈ ഒരു ഇൻകം പൊട്ടൻഷ്യൽ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക. ഇനി ഇത് സിസ്റ്റം. എന്താണ് സിസ്റ്റം? ഈ സിസ്റ്റം എന്ന് പറയുന്നത്, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോകുന്നത് സിസ്റ്റത്തിലൂടെയാണ്. എങ്ങനെയാണ് സിസ്റ്റങ്ങൾ പോകുന്നത്? ഞാനിപ്പോ ഈ ലാപ്ടോപ്പിൽ ഒരു സ്ലൈഡ് ഉപയോഗിച്ചു, ആ സ്ലൈഡ് പ്രസന്റ് ചെയ്യാണ്. ഞാൻ ഈ സിസ്റ്റമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തണം. ആ ഒരു സിസ്റ്റം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണം. അതിന് നമുക്ക് ഓർഗനൈസേഷൻ ഉണ്ടാവണം, കമ്പനിയിൽ തന്നെ ഓർഗനൈസേഷൻ ഉണ്ടാവും, അതിൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ടാവും, ഇതൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഇതൊരു സിസ്റ്റത്തിൽ ഒരു ചട്ടക്കൂടിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ കഴിവില്ലാത്ത ആളും കഴിവുള്ള ആളും ഒക്കെ വിജയിക്കാൻ പോകുന്നത്. അതിനൊരു സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ആദ്യം ബിൽഡ് ചെയ്യേണ്ടത്. ആ സിസ്റ്റം പ്രൂവൺ ബിസിനസ് ആണ്. ഇത് ട്രേഡ് വിത്ത് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റൂ. നമുക്ക് സ്വന്തമായി അസാധാരണമായ കഴിവുണ്ടെങ്കിൽ പോലും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിജയിക്കാൻ സാധ്യതയില്ല. കാരണം ഈ സിസ്റ്റത്തിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും സിസ്റ്റം കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രമേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കാൻ പറ്റൂ. ഇനി നമുക്കറിയാം, നമുക്ക് നമ്മളെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവും. നമ്മൾ പല ആൾക്കാർ പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അതേപോലെ തന്നെ നമുക്ക് പല രീതിയിലായിട്ട് പറയുന്നത് കേൾക്കാം. നമ്മളെ ഈ MR മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കൃത്യമായി ബൈനറി പ്ലാനിലാണ് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ നമുക്ക് ഓർഗനൈസേഷനും ഉണ്ട്, 1 ഉണ്ട്, ഓർഗനൈസേഷൻ 2 ഉണ്ട്. ഈ 2 ഓർഗനൈസേഷൻ 1ഉം ഓർഗനൈസേഷൻ 2ഉം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ ബിസിനസ് ബൈനറി പ്ലാൻ ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായ ബോധ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ചെറിയൊരു മാറ്റമുണ്ട്. എന്റെ സ്ലൈഡ് ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് ചെയ്തോട്ടെ. ഓക്കെ, എന്തായാലും ഓഡിബിളിനെ വേണം. സ്ലൈഡ് കാണുന്നുണ്ടോ? ഇല്ല സർ, സ്ലൈഡ് കാണുന്നില്ല. ഓക്കെ,
ഓക്കെ അല്ലേ മേഡം? ഓക്കെ സർ. ഓക്കെ. എന്തായാലും നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇന്ന് നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിന്റെ കാരണം വെച്ചാൽ ഇന്ന് വി ആർ കമ്മിങ് വിത്ത് നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. എന്തായാലും ഒരു സംശയവും വേണ്ട, മണിറായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ആയിരിക്കും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായി മാറിക്കൊണ്ട് പോകുന്നത്. കാരണം അതിന്റെ ലീഡേഴ്സും അതിന്റെ കമ്പനി മാനേജിന്റെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ്, നമ്മളെ പ്ലാന്, പ്രൊജക്ട് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കുള്ളൂ, ദാറ്റ് ഈസ് ഓൺലി MR മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. യാതൊരു സംശയവും വേണ്ട. ഇനി MR മാർക്കറ്റിംഗ് ഗോയിങ് ടു ബിക്കം ഡയറക്ട് സെല്ലിംഗ് ഇൻ ഏഷ്യ. നിങ്ങൾ നോക്കിക്കോ, 2026 സമയത്ത് ഏഷ്യയിലെ നമ്പർ 1 കമ്പനി ആയിരിക്കും. 2030 സമയത്ത് ഇന്ന് ലോകത്തിലെ നമ്പർ 1 കമ്പനി ആയിരിക്കും MR മാർക്കറ്റിംഗ്. യാതൊരുവിധ സംശയവും വേണ്ട. കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ലീഡേഴ്സും കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇത് രണ്ടും ഒത്തുണങ്ങിക്കൊണ്ടുന്ന ഒരു ടീമാണ് നമ്മളെ സൗത്ത് ഇന്ത്യൻ ടീം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വാട്ട് ചേഞ്ച് വി ക്യാൻ മേക്ക്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഈച്ച് അസ്. നമുക്കറിയാം, സത്യത്തിൽ നമ്മൾ എപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമാണ് വരുത്തുവാൻ കഴിയുക, അത് നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനമാണ്. എന്തായാലും ദാറ്റ് മീൻസ് ഇന്ന് സിറ്റുവേഷൻസ് ഓക്കെ ആണ്, അതേപോലെ തന്നെ കമ്പനീസ് ഓക്കെ ആണ്, ടീം ഈസ് ഓൾസോ ഓക്കെ ആണ്. ദ നെക്സ്റ്റ് ഓൺലി ക്വസ്റ്റ്യൻ ഈസ്, ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ, ആർ യു ഓക്കെ? നിങ്ങൾ ഓക്കെ ആണോ എന്ന് മാത്രമേ നമുക്കറിയണം. നമ്മളെപ്പം പറയും കമ്പനി ഓക്കെ ആണ്, എല്ലാം ഓക്കെ ആണ്, പക്ഷെ നമ്മൾ ഓക്കെ ആണ്. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, MR മാർക്കറ്റിംഗ് ബിസിനസ് ഈസ് എ ഓൺലി ഓപ്പർച്യൂണിറ്റി. നമുക്ക് തരുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ എന്താണ് ഓപ്പർച്യൂണിറ്റി? നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു പോസിബിലിറ്റി പ്ലസ് റിയാലിറ്റി. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് ഇതിൽ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥ രീതിയിൽ എന്താണ് പോസിബിലിറ്റി? പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ ഒന്ന്, നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. നമുക്ക് മറ്റുള്ള മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ശമ്പളം കിട്ടുമായിരിക്കും, കൂലി കിട്ടുമായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ 25 വർഷവും 30 വർഷവും 40 വർഷവും ജോലി ചെയ്ത പല ആൾക്കാരും നമ്മൾ സമൂഹത്തിൽ കാണുന്ന സമയത്ത് നമുക്ക് എന്തില്ല, അവര് ജീവിതത്തിൽ സക്സസ് ആയിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ സക്സസ് അല്ല. പക്ഷേ ഇവിടെ നമ്മളെ പോസിബിലിറ്റി സാധ്യത വെച്ചാൽ ഒന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, രണ്ടാമത് ടൈം ഫ്രീഡം ഉണ്ട്, നമുക്ക് ഒരുപാട് സമയം കിട്ടും, മൂന്നാമത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരുപാട് ആൾക്കാർക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാനും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി നമ്മൾ ഇവിടെ നേടിയെടുക്കും. ഇനി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന വെൽനസ് പ്രൊഡക്റ്റുകളാണ്. ഈ വെൽനസ് പ്രൊഡക്റ്റുകളെ പറ്റി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ ആരോഗ്യം സൂപ്പർ ആയിരിക്കും, അതുകൊണ്ട് ഗുഡ് ഹെൽത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ പാസീവ് ഇൻകം. ഈ പാസീവ് ഇൻകം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഏതൊരു സാധാരണക്കാരനും പരാജയപ്പെട്ടു പോകുന്നത് ഈ പാസീവ് ഇൻകം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നാളെ ഞാൻ ഒരു 10 ദിവസം വീട്ടിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പോലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാൾക്ക് പാസീവ് ഇൻകം അതൊരിക്കലും മുടങ്ങില്ല, നമ്മളെ വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു വേറെ ഏതെങ്കിലും മേഖല നമ്മൾ ജോലി ചെയ്തെങ്കിൽ 10 ദിവസം നമ്മൾ വീട്ടിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുമാനമില്ല. ഇനി അടുത്തതാണ് ഫോറിൻ ട്രിപ്പ്. ഇവിടെ പല ആൾക്കാരും ഫോറിൻ പോകുന്നത് ജോലിക്കാണ്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളെ കമ്പനിയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങൾ കാണാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ ലഭിക്കും. അത് നമ്മളെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഒരു ടീമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് ഫോറിൻ ട്രിപ്പുകൾ നമുക്ക് നേടാൻ പറ്റും. അതേപോലെ തന്നെ റെക്കഗ്നേഷൻ, ഒരുപാട് അംഗീകാരങ്ങൾ നമ്മളെ തിരിച്ചറിയും. ഇപ്പൊ ഞാൻ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഈ വെർച്വൽ സ്ക്രീനിൽ ഇന്ന് ഉണ്ട്. പക്ഷെ എനിക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല, പക്ഷെ എന്നെ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ ഇന്ന് MC ചെയ്ത ഷൈൻ മാഡം, എല്ലാവർക്കും ഒരു തിരിച്ചറിവ് ഇവിടെ കിട്ടും, ഒരു റെക്കഗ്നേഷൻ. അതേപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ അച്ചീവ്മെന്റ് നേടുന്ന സമയത്ത് നമുക്ക് ടീം ബേസ് ആയിക്കോട്ടെ, കമ്പനി ബേസിലായിക്കോട്ടെ, നമുക്ക് ഒരുപാട് അംഗീകാരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ചെറിയൊരു MR മാർക്കറ്റിംഗിൽ നമ്മുടെ ഷംന മാഡം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെടും, അതുപോലെ റാഫി സാർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയപ്പെടും, സേവ്യർ സാർ എന്ന് പറയുന്ന സമയത്ത് അറിയപ്പെടും, ഇത് അജിനേഷ് സാർ എന്ന് പറയുന്ന സമയത്ത് അറിയപ്പെടും. ഇത് ഒരു സെലിബ്രിറ്റി മോഡിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുക എന്ന് പറയുന്നത് ആ ഒരു കമ്പനി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓർഗനൈസേഷൻ അന്ന് നമ്മളെ ജയപ്രകാശ് സാർ പറഞ്ഞ പോലെ, JP പറഞ്ഞ പോലെ നമുക്കൊരു ആവേശമായിരിക്കണം. SIT എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ആവേശമായിരിക്കണം നമുക്കുണ്ടായി.
ആ ഒരു ആവേശം നമ്മൾ നെഞ്ചോടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കമ്പനിയും ആ ടീമും ആ ഓർഗനൈസേഷൻ നമ്മൾ നെഞ്ചോടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എല്ലാം നമുക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഇനി റിയാലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം there is no opportunity without reality. അതായത് യഥാർത്ഥ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളില്ലാതെ അവസരമില്ല. നമുക്ക് എപ്പോ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ റിയാലിറ്റി ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമുക്ക് അവസരമുള്ളൂ. വാട്ട് ഈസ് റിയാലിറ്റി? നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ യാഥാർത്ഥ്യം എന്നത് വിജയം ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് നേടുന്നതാണ്. അതേപോലെ തന്നെ അവർ യഥാർത്ഥ രീതിയിൽ ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാലഞ്ച് കൂടിയാണ്. അപ്പൊ യഥാർത്ഥ രീതിയിൽ നമ്മളെ റിയാലിറ്റിയും അതേപോലെ തന്നെ നമ്മളെ ഓപ്പർച്യൂണിറ്റിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. റിയാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവസരമുള്ളൂ. അതുകൊണ്ട് നമ്മളെ കഴിവുകൾ, നമ്മൾ ഈ പറയുന്ന ഓരോ കഴിവുകൾ, ഈ പോസിബിലിറ്റിയും റിയാലിറ്റിയും നമ്മൾ ഓരോരുത്തരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം കൂടിയാണ് നമ്മൾ ഈ ഒരു മേഖല. അതുകൊണ്ട് നമ്മൾ പോസിബിലിറ്റിയും അറിയണം, അതിന്റെ റിയാലിറ്റിയും അറിയണം. ഇനി ഇൻഡിവിജ്വൽ എഫേർട്ട് എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വൽ എഫേർട്ട് ഇന്നിവിടെ എല്ലാ ആൾക്കാരും ഒറ്റയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് ഒരു ദിവസം 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ, 10 മണിക്കൂറാണെങ്കിൽ 10 മണിക്കൂറാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ സ്ലൈഡ് കാണിക്കുന്ന, നിങ്ങളെ അടുത്ത ഭാഗത്ത് കാണിക്കുന്ന വർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കാം. നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇൻകം ഉണ്ടാവും. അത് 100% സത്യം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ, എല്ലാവർക്കും അറിയാതെ. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ ലോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വരുമാനം എന്ന് പറയുന്നത് ആ ഒരു ലോ ഇൻകത്തിലേക്ക് നമുക്ക് മാറാം. ഇനി അതേപോലെ തന്നെ നോ വർക്ക് വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് വരുമാനമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടാൻ പോകുന്ന ഇൻകവും അവരുടെ സാധ്യതയൊക്കെ ഇതാണ്. ഇനി യഥാർത്ഥ രീതിയിൽ നമ്മൾ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ എഫേർട്ട് എന്ന ഭാഗത്ത് ആദ്യം കാണുന്ന റെഡ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് കുറച്ച് പണിയുണ്ടാവും. ആ സമയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇവിടെ വന്നാക്ക് തേച്ചും ആദ്യം തന്നെ കുറെ ആൾക്കാർ കടന്നു വരണം എന്ന ആഗ്രഹത്തിലാണ് പല ആൾക്കാർ കടന്നു. ഞാൻ പറയാം, ഒരു കാരണവശാലും ഒരാൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വന്ന പാടിനെ അവർക്ക് ഒരു കാരണവശാലും പെട്ടെന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവര് ആ ബിസിനസ് തകർന്നു പോകും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ മതിയായ രീതിയിൽ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഠിക്കാതെ നമ്മളെ കൂടെ പെട്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആ ലീഡർ പരാജയപ്പെട്ടു പോകും. കാരണം ഒരു കാരണവശാലും ഈ കൂടെ വന്ന 10 പേര് നമ്മളെ BOP സെന്ററുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ് സെന്ററുകളിലോ മോർണിംഗ് മീറ്റിലോ കയറിയ ആള് ഈ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഒരു ലീഡറെ കൊണ്ട് സാധിക്കില്ല. കാരണം ഒന്ന്, ഇതിനെപ്പറ്റി കൃത്യമായ അറിവ് നേടിയെടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ യഥാർത്ഥ രീതിയിൽ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് കുറവേ കിട്ടും, അല്ലെങ്കിൽ കൂടുതലും നമ്മൾ വർക്കിലായിരിക്കും ഉണ്ടാകുക. ആ സമയത്ത് നമുക്ക് ചില സമയത്ത് വരുമാനം കുറയും. പക്ഷേ പിന്നീട് നിങ്ങൾ നോക്കിയാൽ മതി, പിന്നീട് നമ്മളെ എഫേർട്ട് ഇടുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ മതി, ആ റെഡ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പക്ഷേ ഗ്രീന് കൂടിയായിട്ട് വരുന്നത് കാണാം. ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കുറവായിരിക്കും, നമുക്ക് ഇൻകം കൂടുതലായിരിക്കും. ഇതാണ് ഇപ്പൊ നമ്മളെ ലീഡേഴ്സിന്റെ ഒക്കെ സാധ്യത എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ എൻഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്ക് ആദ്യം കുറച്ച് പണിയുണ്ടെങ്കിലും പിന്നീട് നമുക്ക് പണി കുറഞ്ഞുകൊണ്ട് ഇൻകം കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഗ്രാഫ്. ഇത് നമ്മൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. ആദ്യം എടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. ആ പഠിക്കാനുള്ള സമയത്ത് നമ്മൾ പഠിക്കണം. അത് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ കൂടെ ആൾക്കാർ കടന്നു വരും. ആ സമയത്ത് നമുക്ക് ഈ ഒരു മേഖലയെ പറ്റി ശക്തമായി പറയാനും, ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും പ്ലാന്, രാവിലെ മോർണിംഗ് മീറ്റിംഗ് നമുക്ക് കൃത്യമായിട്ട് പ്ലാന് പറഞ്ഞത്, ആ പ്ലാന് നമ്മൾ കൃത്യമായി നമുക്ക് മെമ്മറിയിൽ നമുക്ക് ഫീഡ് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളൂ. ഇതിന് മിസ്റ്റേക്സ്, പല ആൾക്കാർക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പരാജയപ്പെട്ടു പോകുന്ന മിസ്റ്റേക്സുകൾ പലതും. ഒന്ന്, സ്വന്തമായിട്ട് ഐഡിയാസ്, സ്വന്തമായിട്ട് നമ്മൾ വഴിവെട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഐഡിയാസ് ഉണ്ടാക്കും. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡിസ്കഷൻ ഒന്നും നടത്തൂല. നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാല്, നമ്മൾ സ്വന്തമായിട്ട് ഒരു ഐഡിയയും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു സിസ്റ്റമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, സക്സസ്ഫുൾ അപ്ലൈൻ ലീഡേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചർച്ച ചെയ്യണം. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അപ്ലൈൻ ലീഡേഴ്സും അസോസിയേറ്റ് ലീഡേഴ്സുമായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ ഒരു പുതിയ ഐഡിയ എന്ന് പെട്ടാതെ അവരെങ്ങനെ വിജയിച്ചു ആ പാത നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ
നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ എളുപ്പത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഇത് മാക്സിമം നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഇത് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഇംപ്രൂവ് യുവർ സെൽഫ്. നമ്മൾ പല കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. പല കാര്യത്തിലും നമ്മൾ നന്നായി MCM പഠിക്കുക, നല്ല DOP എടുക്കുക, നന്നായിട്ട് പ്ലാൻ പറഞ്ഞു കൊടുക്കുക, നന്നായിട്ട് ഫീൽഡ് പോയി. ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുണ്ട്. ഇവിടെ സംശയങ്ങൾ മാറിയ ആൾക്കാരാണ് ഇന്ന് മോർണിംഗ് മീറ്റിംഗിൽ രാവിലെ 5:45 ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ മേഖലയെ പറ്റി എല്ലാ സംശയങ്ങളും തീർന്നാണ്. പക്ഷെ ഒരു കാലത്ത് അവർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ നെഗറ്റീവിന്റെ ആൾക്കാരായിരുന്നു ഇവരെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഞാനടക്കം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വലിയൊരു നെഗറ്റീവായിരുന്നു. ആ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ അത് മനസ്സിലാക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും നമ്മളെ കൂടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഈ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് അവരെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലേക്ക് നമ്മൾ വളർന്നിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം ഇവിടെ നമ്മൾ ആർക്കും ശമ്പളം കൊടുക്കുന്നില്ല, ഇവിടെ നമ്മൾ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായി നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. ഇനി നമ്മളെ ഒരു ടീം വന്നു, നമ്മളോട് ഒരു ടീം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടീമിനെ നമ്മൾ നന്നായി സ്നേഹിക്കണം. അവരെ നമ്മൾ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും അവരെ ചുറ്റി തന്നെ വേണം. നമ്മൾ കണ്ടില്ലേ കോഴിക്കുഞ്ഞുങ്ങള്, തള്ളക്കോഴി എന്ത് ചെയ്യും, ഒരുപാട് കുട്ടികൾ പോകുന്ന സമയത്ത് നേരെ കുറെ കുട്ടികളെ നമ്മൾ അപ്പടി ചിറകിന്റെ ഉള്ളിലേക്ക് ആക്കി, പരുന്തോ കാക്കിയൊക്കെ വരുന്ന സമയത്ത് കാണില്ല. അതേപോലെ നമ്മുടെ ടീമിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ, കെയർ ചെയ്യണം. ഇനി നമ്മളെ കൂടെയുള്ള അസോസിയേറ്റ് ലീഡേഴ്സിനെ അവരെ ഫീലിങ്ങുകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ നമ്മൾ പറയേണ്ടത് പല ആൾക്കാർക്കും സിമ്പതിയാണ്. സിമ്പതി കൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ എമ്പതിയാണ് കിട്ടണം. നമ്മൾ എപ്പോഴും അവരെ സഹായിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഫോളോ യുവർ ഡ്രീംസ്. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഴയ ആൾക്കാർക്ക് വിജയിക്കാത്തതിന്റെ മെയിൻ കാരണം വെച്ചാൽ സ്വപ്നങ്ങൾ വളരെ കുറവാണ്. നല്ല നല്ല സ്വപ്നങ്ങൾ കാണണമെന്ന് നമ്മളെ APJ സാർ പറഞ്ഞിട്ടുണ്ട്. അതായത് യുവാക്കൾ യുവതികൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ പല ആൾക്കാർ കാണുന്ന സ്വപ്നങ്ങൾ എന്താ, ആ സ്വപ്നത്തിനെ പറ്റി നമ്മളൊന്ന് വിലയിരുത്തുക. കാരണം നമ്മൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ വിജയിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കാണേണ്ടത് നല്ല നല്ല സ്വപ്നങ്ങൾ, നമുക്ക് അംഗീകാരം കിട്ടുന്നതും നമ്മളെ കൂടെയുള്ളവർക്ക് അംഗീകാരം വാങ്ങിച്ചു കൊടുക്കുന്നതും നമുക്ക് വരുമാനം കിട്ടുന്നതും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതും ഒക്കെ നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സെറ്റ് യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ്. നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഏതൊരാളും കൃത്യമായി ഒരു ലക്ഷ്യം വെക്കുക. കൃത്യമായി സമയവും അതിന്റെ കൃത്യമായിട്ട് എല്ലാ സ്പെസിഫിക്കേഷനും ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഈ മേഖലയിൽ വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ നേടാൻ പറ്റും. കാരണം ഇവിടെ നോ ഇൻവെസ്റ്റ്മെന്റിലൂടെ വന്ന് നിങ്ങൾക്ക് ലക്ഷങ്ങൾ കോടികൾ നേടാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഗോള് കൃത്യമായി സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ആ ഗോൾ എന്ന് പറയുന്നത് മിഡ് ടേം ആയിരിക്കണം, അതേപോലെ തന്നെ ഷോർട്ട് ടേം ആയിരിക്കണം, അതേപോലെ തന്നെ ലോങ് ടേം ആയിരിക്കണം. ആദ്യം നമ്മളൊരു ഷോർട്ട് ടേം, ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇന്നലെ നമ്മളെ പയ്യോളിയിൽ നമ്മളെ സൂരജ് മാഷും ഒരു ഈ ബിസിനസ് MR മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. അവരെ ഷോർട്ട് ടൈം ഗോൾ ആയിട്ടുള്ള നമ്മളെ ഒരു സ്കൂട്ടി ഇന്നലെ അവർ പർച്ചേസ് ചെയ്തു. അത് വലിയൊരു കാര്യമാണ്. നമ്മളൊരു ഷോർട്ട് ടേം ഗോളുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുക. ഇനി അടുത്തൊരു മിഡ് ടേം ഗോൾ ഉണ്ടാവും, അത് അതിനേക്കാൾ കുറച്ച് വലിയൊരു മിഡ് ടേം ഗോൾ വെക്കുക. അതേപോലെ തന്നെ ഒരു ലോങ് ടേം ഗോൾ വെക്കുക. അത് നിങ്ങൾ നല്ലൊരു വീട്, നല്ലൊരു കാറ്, പ്രീമിയം കാറുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ലോങ് ടേം ഗോളുകൾ വെക്കുക. അതിനു പുറമെ നിങ്ങളെ ഇമോഷണൽ ഗോൾസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യണം. ഒരു ഇമോഷണൽ ഗോൾസ് നിങ്ങൾ ഒരു 5 വർഷം കഴിഞ്ഞോ ഒരു 10 വർഷം കഴിഞ്ഞോ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങൾ അച്ഛന്റെ പേരിലോ അമ്മേന്റെ പേരിലോ അല്ലെ ആരെങ്കിലും പേരിലോ മക്കളെ പേരിലോ ഏതെങ്കിലും പേരിലോ ഒരു ഇമോഷണൽ ഗോള് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇമോഷണൽ ഗോൾ. കാരണം നാളെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ സമയത്ത് നമ്മളിവിടെ ചരിത്രമായി മാറാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഓർമ്മിക്കാം, നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഗോള് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം. അത് 100% സത്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ. ഇനി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളാണ്. ഇതൊക്കെ വലിയൊരു സെക്ഷനാണ്. പക്ഷെ ഞാൻ അതിന്റെ സമയത്തിന്റെ പരിമിതി പോലും ഇതൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിൽ ഒരു ലീഡർ വിജയിക്കാൻ വേണ്ടുന്നത് ഒരു ശക്തമായ തീരുമാനമാണ്, ഒരു ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എന്ന് പറയുന്നത് നിലപാടുള്ളതായിരിക്കണം, ഉറച്ചതായിരിക്കണം. അതേപോലെ തന്നെയാണ് നമ്മളെ ഡെഡിക്കേഷൻ, അർപ്പണ മനോഭാവം. നമ്മളെ അർപ്പിക്കുകയാണ്, നമ്മളെ ടൈമും നമ്മളെ എഫേർട്ടും ഒക്കെ നമ്മൾ മറ്റുള്ള അർപ്പിക്കുകയാണ്. ഇവിടെ ഒരു സമർപ്പണ മനോഭാവം നമുക്ക് വേണം. അതേപോലെ തന്നെ ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ. നമ്മള് നാളെ ഒരു മീറ്റിംഗ് കോഴിക്കോട് ഉണ്ട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പോകും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനമായിരിക്കണം.
അതിൽ നിന്ന് നമ്മൾ മാറ്റാൻ പാടില്ല. ഇനി നമ്മളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു, ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മീറ്റിംഗിൽ ആര് വന്നാലും ശരി വന്നില്ലേ ശരി ആ മീറ്റിംഗ് നടത്താനുള്ള ആ ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കണം. പിന്നെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്പനിയിൽ വേണം, പ്രൊഡക്റ്റിൽ വേണം, പ്ലാനിൽ വേണം, അപ്ലൈൻ ലീഡേഴ്സിൽ വേണം, കോർ അസോസിയേഷനോട് വേണം, ഇവരോടെല്ലാം നമ്മൾ ഒരു വിശ്വാസം വേണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. നമ്മളെപ്പോഴും ഇപ്പൊ നമ്മൾ ഓർഡിനറി ആയിരിക്കും, പക്ഷേ ഇനി വരാൻ പോകുന്നത് എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടല്ല നമ്മൾ മനോഭാവം മാറ്റേണ്ടത്, എക്സ്ട്രാ ഓർഡിനറി ആവുന്നതിന് മുമ്പ്. ഇപ്പൊ കണ്ടോ നമ്മളെ ഷൈൻ മാഡം ഇന്ന് 5:45 6 മണിയാകുമ്പോഴത്തേക്ക് സൂട്ടൊക്കെ ഇട്ട് നമ്മളെ വെർച്വൽ സ്കെയിലിൽ ഇരുന്നത്, നമ്മൾ ആ ഒരു മനോഭാവമാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. കാരണം നമ്മൾ വലിയൊരു ഇൻഡസ്ട്രിയിലാണ് കടന്നു വന്നത്. ആ ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇന്ന് നമ്മളെ ബിസിനസ്സുകാരൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, യൂസഫ് അലി കണ്ണൂരോ കോഴിക്കോട് വരുന്ന സമയത്ത് സ്വന്തം ഹെലികോപ്റ്ററിൽ വരും. യഥാർത്ഥ രീതിയിൽ വലിയൊരു എക്സ്പെൻസ് ആണ് അവർ, പക്ഷേ അവര് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഇത് വലിയൊരു ഇൻഡസ്ട്രിയിലെ വലിയൊരു ആളാണ് യൂസഫ് അലി എന്ന് അയാൾ സ്വയം ബോധ്യപ്പെടുത്തുക. അതിനു വേണ്ടിയാണ് അയാൾ സ്വന്തം ഫ്ലൈറ്റ് വരുന്നത്. അപ്പൊ യഥാർത്ഥ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇപ്പോഴേ നമ്മളെ ഈ ഒരു മനോഭാവം നമ്മൾ എന്തായാലും ചെയ്യണം. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ ലൈഫ്. നമ്മൾ യഥാർത്ഥ രീതിയിൽ നമ്മളെ മനോഭാവം മാറ്റിയാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വലിയ എന്തെങ്കിലും സാധിക്കാൻ പോകും. നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മളെപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവുക എന്ന് പറയുന്നത്, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ഫസ്റ്റ് യു ചേഞ്ച്. നമ്മൾ ആദ്യം മാറുക. നമ്മൾ മാറാതെ മറ്റുള്ളവരെ മാറ്റാൻ നമ്മൾ ഒരിക്കലും ആളാവരുത്. നമ്മൾ ആദ്യം തന്നെ നമ്മളിൽ നിന്ന് മാറി തുടങ്ങുക. നമ്മള് കൃത്യമായി നമ്മളെ എല്ലാ പ്രാവശ്യവും നമ്മളെ ഡ്രസ് കോഡുകള്, അതേപോലെ തന്നെ നമ്മളെ സംസാര രീതികള്, നമ്മളെ ബന്ധങ്ങള്, നമ്മൾ അനാവശ്യമായിട്ടുള്ള നമ്മളെ സമയങ്ങൾ, ഇതൊക്കെ മാറ്റിക്കൊണ്ടായിരിക്കണം നമ്മൾ മാറി നമ്മൾ വരുന്നത്. നമ്മൾ മാറുക ആദ്യം. നമ്മൾ എത്ര മണിക്കൂർ, നമ്മൾ പല ആൾക്കാരും പറയും, ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റ് വന്ന് 2 വർഷമായി 5 വർഷമായി എന്ന് പറഞ്ഞ സമയത്ത് ഒന്നും നേടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ മേഖലയിൽ കൃത്യമായി അവർ പഠിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ കൃത്യമായി പഠിച്ചില്ല. അപ്പോൾ യഥാർത്ഥ രീതിയിൽ നമ്മളെ സമയം, നമ്മൾ എത്ര മണിക്കൂർ MR മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തു, അത് നിങ്ങൾ കൃത്യമായി എഴുതുക. അങ്ങനെ എഴുതിയിട്ട് നിങ്ങളൊരു 6 മാസമായി കഴിഞ്ഞാൽ നിങ്ങളത് കണക്കൂട്ടുക. ഞാൻ എത്ര മണിക്കൂർ MR മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്ത സ്ഥലത്ത് പല ആൾക്കാരും പാർട്ട് ടൈം ആയിട്ടാണ് പല ആൾക്കാരും ഈ ജോലി ചെയ്തത്. അപ്പൊ ഞാൻ പറയാം, പാർട്ട് ടൈമിലും ഒരു ഫുൾ ടൈം. അപ്പൊ യഥാർത്ഥ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഫുൾ ടൈമർ ആണെങ്കിൽ ഫുൾ ടൈം ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന മേഖല. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, പല ആൾക്കാരും ഉത്തരവാദിത്വം, ഇത് ആരും ഏറ്റെടുക്കില്ല. എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ്, നമ്മളെ കൊണ്ടുവന്നാണ്, ഇത് എന്റെ സ്വന്തം ബിസിനസ്സാണ് എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുക. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ സൂചനയാണ് നിങ്ങളെ പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളില്ലെങ്കിൽ മനുഷ്യനില്ല, അയാൾ മരണപ്പെട്ടു. അപ്പം ജീവനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടണം. ആ നേരിട്ടാൽ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കൂ. അല്ലെങ്കിൽ ജീവിതത്തിൽ മാത്രമല്ല, എവിടെയും നിങ്ങൾ വിജയിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്വം മറ്റുള്ളവർ തലയിടാൻ പാടില്ല. അതേപോലെ തന്നെ എക്സൈറ്റ്മെന്റ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഏറ്റവും വലിയത് വേണ്ടത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടുപിടിച്ചത്, ഇവിടെ കാണില്ലേ, നമ്മളെ ലീഡേഴ്സിനൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. സേവിയർ സാർ ആയിക്കോട്ടെ, റാഫിക് സാർ ആയിക്കോട്ടെ, ജി പി സാർ ആയിക്കോട്ടെ, RK സാർ ആയിക്കോട്ടെ, അജിലേഷ് സാർ ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങൾ നോക്കിയാൽ മതി. ഷംന ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങൾ നോക്കിയാൽ മതി. അവർക്ക് ഏറ്റവും കൂടുതലുള്ള സാധനം എന്ന് പറയുന്നത് ആവേശമാണ്. ഈ ആവേശമാണ് സത്യത്തിൽ നമ്മളെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും നമ്മളെ ഈ ഒരു മേഖലയിലും വിജയിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് ഒന്ന് എക്സൈറ്റ്മെന്റ് ആണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെപ്പോൾ പല ആൾക്കാരും പ്രശ്നങ്ങളും പരാതിയുള്ള ആൾക്കാരുമായിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. കാരണം നമ്മളെ മുഖം തന്നെയാണ് നമ്മളെ കണ്ണാടി എന്ന് പറയുന്നത് 100% സത്യമാണ്. നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും മൊത്തം എടുത്തുകൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കൂട്ടം പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ട് നിങ്ങളോട് ആരും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മളെ ആവേശമാണ് മറ്റുള്ളവരെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കൊടുക്കാൻ പോകുന്നത് സന്തോഷമാണ്, വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്നത് ഒരു ആവേശം മാത്രമാണ്. ആവേശമുള്ളവർക്ക് ഈ ബിസിനസ് വളരെ സുന്ദരമായിട്ട് വിജയിക്കാൻ പറ്റും, ഒരു സംശയമുണ്ടാകും. ഇനി അടുത്തത് പഞ്ച്വാലിറ്റി ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കൃത്യമായി മോർണിംഗ് മീറ്റിംഗ് ഓക്കെയാണ്. എല്ലാവരും ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് പല ആൾക്കാരും 6 മണിയാകുമ്പോഴത്തേക്ക് വളരെ കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്തും. പക്ഷേ നമ്മളൊരു മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് പല ആൾക്കാർ 10 മണിക്ക് വെച്ച മീറ്റിംഗിൽ പല ആൾക്കാർ എത്തുന്നത് 11 മണിക്ക് 11:15. ഇത് നിങ്ങളെ നിങ്ങളെ മാർക്കറ്റിംഗിൽ വിജയിക്കാനുള്ള സമയം കുറച്ച് കൂടുതൽ കിട്ടും. കാരണം നിങ്ങൾ ലേറ്റ് ആയിട്ട് വരുന്നു, അതുകൊണ്ട് നിങ്ങൾ ലേറ്റ് ആയിട്ട് വിജയിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പല ആൾക്കാരും ജയിക്കുന്നത്, സാറേ ഞാൻ എന്തുകൊണ്ട് ഇവരെക്കാൾ മുമ്പേ വന്നു, ഞാൻ എന്തുകൊണ്ട് വിജയിച്ചില്ല. അതിന് ഒറ്റ മാർഗം വെച്ചാൽ നിങ്ങൾ എന്നെ സ്വയം വിലയിരുത്തുക. നിങ്ങൾ എല്ലാ മീറ്റിംഗിന് എത്ര മണിക്കാണ്?
10 മണിന്റെ മീറ്റിംഗ് നിങ്ങൾ എത്ര മണിക്കാണ് ബുക്ക്? അപ്പൊ നിങ്ങൾ ലേറ്റ് ആവും. അപ്പൊ നിങ്ങൾ വിജയിക്കാനും ലേറ്റ് ആവും. ഇനി നേരത്തെ വരുന്ന ലീഡേഴ്സ് ഉണ്ട് അവിടെ, ആ ലീഡേഴ്സ് വിജയിക്കും പെട്ടെന്ന്. അപ്പൊ ചില ആൾ പറയും ലീഡർമാരിലെ വിജയിക്കുന്നുള്ളൂ. സത്യമാണ്, ലീഡേഴ്സ് തന്നെയാണ് വിജയിക്കുന്നത്. എന്തുകൊണ്ടാണ്? ലീഡേഴ്സ് ഇടുന്ന ഇൻവെസ്റ്റ്മെന്റും പെയിനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവര് ഏറ്റെടുക്കുകയാണ്. അവര് പ്രോഗ്രാം വരുന്ന സമയത്ത് പല ലീഡേഴ്സ് തലേന്ന്, കണ്ണൂർ ഒരു പ്രോഗ്രാം ഉണ്ട്, തലേന്ന് വന്നു നിൽക്കുന്നു. ചെറിയ ആൾക്കാർ 10 മണിന്റെ പ്രോഗ്രാമിന് 9:30 ആകുമ്പോഴത്തേക്ക് എത്തുന്നു. ചെറിയ ആൾ 9 മണിക്ക് എത്തുന്നു. ചെറിയ ആൾക്കാർ എല്ലാവർക്കും വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവര് പെട്ടെന്ന് വിജയിക്കും, അതൊരു സംശയവും വേണ്ട. അപ്പൊ അത് യഥാർത്ഥ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇവിടെ വിജയിക്കാൻ വേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റെടുക്കലാണ്. നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ബിസിനസ് ആണ് ഇത്, നമുക്ക് വേണ്ടതാണ് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. ഇനി ഒരു പാഷൻ, ജയപ്രകാശ് സാർ പറഞ്ഞത്, നമുക്കൊരു SIT എന്ന് പറയുന്ന ഒരു വികാരമായിരിക്കും, അതേപോലെ MR മാർക്കറ്റിംഗ് ഒരു വികാരമായിരിക്കണം. ഇതൊരു പാഷൻ ആയിരിക്കണം. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നത് പോലെ, അതേപോലെ യേശുദാസ് സംഗീതത്തെ സ്നേഹിക്കുന്ന പോലെ, നമ്മൾ യഥാർത്ഥ രീതിയിൽ നമ്മളൊരു പാഷനായി ഏറ്റെടുക്കണം. പല ആൾക്കാരും പറയും എനിക്ക് ടീച്ചറാണ് ആഗ്രഹം എന്ന് പലരും പറയും. അതൊരു പാഷനാണ്. ചിലർ പറയും ഡോക്ടർ ആവണം, അതൊരു പാഷനാണ്. നിങ്ങൾ MR മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ബിസിനസ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടുമെന്ന് നിങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങൾ പാഷനായി എടുക്കണം. മറ്റുള്ള മുമ്പിൽ ചങ്കുറ്റത്തോടെ സംസാരിക്കണം. യെസ്, ഞാൻ വർക്ക് ചെയ്യുന്നത് MR മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വലിയൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വലിയൊരു മാർക്കറ്റിംഗ് വിജയിക്കാൻ പറ്റൂ. ഇനി നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ നമ്മുടെ ടീം പ്രൊഡക്റ്റീവ് ആയിരിക്കണം. എങ്ങനെയാണ് പ്രൊഡക്റ്റീവ്? എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിന് മുമ്പ് ആൾക്കാർ ഫീൽഡിനും അതേപോലത്തെ മീറ്റിങ്ങിനും അതേപോലെ തന്നെ ഏത് കോണ്ടസ്റ്റ് വെച്ചാലും അതിൽ മത്സരിക്കാനുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കണം നമുക്ക്. അതെങ്ങനെ മേക്ക് ചെയ്യാം? അതിലൊന്ന് റിക്രൂട്ടിങ്. നമ്മള് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളും നമ്മുടെ ടീം റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് 1 to 1 ഇതൊക്കെ പോയി നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യണം. അതേപോലെ തന്നെ റീറ്റെയിൽ. ഇവിടെ നമുക്കറിയാം, ഇന്ന് നമുക്ക് കോടികൾ ഉണ്ടാക്കാൻ, സത്യത്തിൽ നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ തന്നെ, ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ഒരു 3-4 പ്രൊഡക്റ്റ് മാത്രം മതി എല്ലാ മാസവും നമുക്ക് കൃത്യമായിട്ട് ഒരു വരുമാനം സ്റ്റേബിളായി കിട്ടാൻ. അത് യഥാർത്ഥ രീതിയിൽ എന്ന് പറയുന്നത് നമുക്ക് റിക്രൂട്ടിങ്ങിലൂടെ തന്നെയാണ് റീറ്റെയിൽ വരുന്നത്. നമ്മളെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ പഠിക്കണം. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്, അത് നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ പഠിക്കണം. ആ പ്രൊഡക്റ്റിനെ പറ്റിയെല്ലാം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ചായി നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. 1, 2, 3 ഇപ്പൊ നമ്മളെ RK സാറ് കൃത്യമായിട്ട് എല്ലാ ഞായറാഴ്ചയും ഇപ്പൊ നമ്മളെ മാറ്റ് തെറാപ്പിനോട് തന്നെ കഴിഞ്ഞ ആഴ്ച ചെയ്ത് ഹെഡ് കെയർ, ഇതുപോലെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ ഒരാഴ്ച നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്, ഇനി ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഈ സമയത്ത് നിലവിലുള്ള പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുകയും ചെയ്യുക, അതിനെ പ്രയോജനപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ കാര്യത്തിൽ റീപർച്ചേസ് നമ്മളിൽ നിന്ന് തുടങ്ങുക. അത് നമ്മുടെ ടീമിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എന്തുകൊണ്ട് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ളത് ഏറ്റവും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സാധ്യതയാണ് റീപർച്ചേസ്. അതിന്റെ ഇൻകം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഇൻകം ആണ്. അപ്പൊ അതുകൊണ്ട് റീപർച്ചേസ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങുക. ഇനി ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് റീറ്റെയിൽ. ഈ റീറ്റെയിൽ എന്ന് പറയുന്നത് നമ്മൾ പല ആൾക്കാരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആളെ കാണും. നമ്മൾ കൊണ്ടുവന്ന ആളെ നിലനിർത്താൻ നമ്മൾ പഠിക്കണം. നമ്മളെ കൊണ്ടുവന്ന ആൾക്കാർക്ക് നമ്മൾ സ്വപ്നമാണ് കൊടുക്കുന്നത്. അവരെ ജീവിതത്തിലേക്ക് വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരാണ്. നമ്മൾ അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവരെ കൊണ്ടുവരിക നമ്മൾ പല രീതിയിലും പല ആൾക്കാരും പല മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് കുറെ പിന്നെ പ്രോഗ്രാമിലൊക്കെ കയറ്റി നന്നായി മോട്ടിവേഷൻ ആയി കഴിച്ച് ജീവിതത്തിൽ വിജയിക്കും, ഞാൻ കൂടെ ഉണ്ടാവുന്നൊക്കെ പറയും. പിന്നീട് പല ആൾക്കാർ കാണാത്തത് അവരെ നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ ഈ ഏറ്റവും വലിയ റിക്രൂട്ടിങ്, റീറ്റെയിൽ, റീപർച്ചേസ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കൂടെ വന്നവരെ നിലനിർത്താൻ പഠിക്കുക. റീറ്റെയിൽ അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ യഥാർത്ഥ രീതിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു 50% ഫീൽഡ് വർക്ക് തന്നെയാണ്, ഒരു 50% ട്രെയിനിങ് ആൻഡ് മീറ്റിംഗ് പ്രോഗ്രാംസുകളാണ്. കാരണം എല്ലാവരും പറയുന്ന ഒരു കാര്യം വെച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മീറ്റിങ്ങും അതേപോലെ തന്നെ ട്രെയിനിങ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഒരു 50% ഫീൽഡ് ആണെന്നും 50% അതിന്റെ പ്രോഗ്രാംസിലാണ് നമ്മൾ ഏതായാലും മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുണ്ടാവും. പല ആൾക്കാരും രാവിലെ എഴുന്നേക്കും, 2-3 ആൾക്കാരെ കണ്ട് ഇന്ന് എന്റെ പണി കഴിഞ്ഞു. പല ആൾക്കാരും മെയിൻ പ്രശ്നമാണ് ഫീൽഡ് വർക്കിൽ. പല ആൾക്കാരും എന്ന് പറയുന്നത് ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഫീൽഡ് നിങ്ങൾ എത്രമാത്രം വർക്ക് ചെയ്യാൻ നിങ്ങൾ എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിലിങ്ങനെ കൊണ്ടാണ് എനിക്ക് സ്റ്റേക്കായി പോകുന്നത്.
അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് MR മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലോ വരുന്നത് പ്രയോറിറ്റി ഓഫ് പ്രോഗ്രാംസ്. നമ്മള് പല ആൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമ്മുടെ നാട്ടില് കല്യാണം ഉണ്ടാവും, അതേപോലെ തക്കാരം ഉണ്ടാവും, ഒരേക്ക് ഉണ്ടാവും, മലയാളികളുടെ പല പരിപാടികളുണ്ടാവും, സാമൂഹിക പരിപാടികളുണ്ട്, ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ബിസിനസ്സിൽ വരുന്നവർക്ക് മുമ്പ് നമ്മൾ ഒറ്റക്കായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാരെ കൂത്തിണങ്ങിക്കൊണ്ട് അവരൊക്കെ വിജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാംസുകളിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു ടീമിന്റെയോ അല്ലെങ്കിൽ ഒരു കമ്പനിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രോഗ്രാംസുകളാണ്. നമ്മൾ ഒരു കണ്ണൂരോ തലശ്ശേരിയോ കോഴിക്കോടോ വടകരയോ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ഒരു ലീഡേഴ്സ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമ്മളെ കൂടെയുള്ള ലീഡേഴ്സിന്റെ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ആ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തത്. ആ സമയത്ത് പല ആൾക്കാർക്കും നാട്ടിൽ തക്കാരം ഉണ്ടാവും, കല്യാണം ഉണ്ടാവും, അതേപോലെ പുരേക്കൂടൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് പല ആൾക്കാർ മാറും. സത്യത്തിൽ നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുത്തിരിക്കണം. നിങ്ങൾ പ്രോഗ്രാമിന് പ്രയോറിറ്റി കൊടുത്തിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ MD നിതിൻ മഞ്ചപ്പ, നമുക്കറിയാം കൃത്യമായിട്ട് സാറ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന മീറ്റിങ്ങിൽ സത്യത്തിൽ വലിയൊരു അവരുടെ ഫാദർ അപകടത്തിൽ മരണപ്പെട്ടിട്ട് പോലും അവർ പ്രയോറിറ്റി കൊടുത്തത് മീറ്റിങ്ങിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒറ്റക്കല്ല, ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ മീറ്റിങ്ങിന് വേണ്ടി, ഈ കമ്പനിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പം അത് വലിയൊരു പ്രയോറിറ്റിയാണ് അവർ കൊടുത്തിട്ടത്. ഞാൻ പറയാം, നമ്മളെ കൂടെ വന്നവരുടെ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ പ്രോഗ്രാംസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റി കൊടുത്തിരിക്കണം 100%. ഇനി പല ആൾക്കാരും വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ എത്തിക്കോ ഞാനങ്ങ് വരാം എന്ന് പറയുന്ന ഒരു പ്രവണത നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറ്റും. അതൊരു വലിയൊരു മോശമായ ഒരു പ്രവണതയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബിസിനസ്സിലായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും കിട്ടൂ. ഇനി ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെയിനിങ് ഈസ് എ റൂട്ട് ഓഫ് ഫൗണ്ടേഷൻ. നമുക്കറിയാം ഈ വൃക്ഷം പോലെ തന്നെയാണ് നമ്മുടെ ട്രെയിനിങ്. അതായത് നമ്മളെ ഒരു വ്യക്തി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഈ വേര് പോലെ തന്നെയാണ്. കാരണം നമുക്ക് ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ ആളുകളിൽ പോകും. നമുക്ക് ഈ മേഖലയിൽ ഫൗണ്ടേഷൻ കിട്ടാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് ഞാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ മീറ്റിങ്ങും ട്രെയിനിങ്ങിലൂടെ മാത്രമേ നമുക്ക് ഈ ഫൗണ്ടേഷൻ നമുക്ക് നല്ല ഒരു ഫൗണ്ടേഷൻ ആക്കി എടുക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഏത് സാധനവും അറിഞ്ഞു. അതിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മീറ്റിംഗ് ട്രെയിനിങ് ആണ്. അത് നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് ഒരു കാരണവശാൽ. അതിൽ നമുക്ക് BOP ഉണ്ടാവും, NDOP ഉണ്ടാവും. BOP എന്ന് പറയുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണെങ്കിൽ, അതേപോലെ NDOP ആണെങ്കിൽ ഈ ഒരു 3-4 BOP അറ്റൻഡ് ചെയ്ത ലീഡേഴ്സിനെ കൊണ്ട് ഒരു ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ പ്രസന്റേഷൻ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യിപ്പിക്കണം, NDOP. അതേപോലെ തന്നെ ഹോം മീറ്റിംഗ് നമ്മൾ പല ആൾക്കാരും കണ്ടക്ട് ചെയ്യാത്തൊരു മേഖലയാണ്. നമ്മളൊക്കെ നമ്മുടെ ടീമിലൊക്കെ നമ്മളൊരു ചാലഞ്ച് ഹോം മീറ്റിംഗ് ഒക്കെ വെച്ച് നടത്തുകയാണ്. അതേപോലത്തെ മാരത്തോൺ ഹോം മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലേക്ക് നമ്മൾ ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്തോളൂ. നിങ്ങൾ ഐഡിയാസ് പോലെ നിങ്ങൾ ചെയ്യാം. കാരണം ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഈ ഹോം മീറ്റിംഗ് കൊണ്ട് 2 കാര്യങ്ങൾ നടക്കും. 1, നമ്മളെ വീട്ടുകാർ പോസിറ്റീവ് ആവും. 2, നമ്മളെ വീട്ടിലെ ഇടപെടുത്തുന്ന ആൾക്കാർ പോസിറ്റീവ് ആവും. 3, നമ്മളെ കുടുംബക്കാർ പോസിറ്റീവ് ആവും. 4, നമ്മൾ തന്നെ പോസിറ്റീവ്. ഈ ഒരു ഹോം മീറ്റിംഗ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. കാരണം ഹോം മീറ്റിങ്ങിലൂടെയാണ് നമ്മൾ ഇതേപോലെ MC ചെയ്യാനും അതേപോലെ BOP പ്രസന്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കും. ഹോം മീറ്റിങ്ങിനെ നമുക്ക് പല രീതിയിലായിട്ട് നമുക്ക് ചെയ്യാം. കാരണം വളരെ ഭംഗിയായി ഹോം മീറ്റിംഗ് ചെയ്യുന്ന പല അപ്ലൈൻ ലീഡേഴ്സും ഉണ്ട്. നിങ്ങളെ കൂടെ വന്ന അപ്ലൈൻ ലീഡേഴ്സിനോട് സാർ എന്റെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് വെക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങൾ പറയണം. ഇനി ഒരു ഹോം മീറ്റിംഗ് നിങ്ങളെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞു, പല ആൾക്കാരും ഒരു വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, എന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തി എന്ന് പറഞ്ഞ് കഴിഞ്ഞു. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ആഴ്ചക്ക് 2, 3, 4 നിങ്ങളെ വീട്ടിൽ തന്നെ ഹോം മീറ്റിംഗ് വെക്കുന്നത് യാതൊരുവിധ സംശയവും വേണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അവിടെ വിളിച്ചു ചേർക്കാൻ ഒരു ഹോം മീറ്റിംഗ് പറ്റൂല. ഇവിടെ ഹോം മീറ്റിംഗിന് പല ആൾക്കാർ പറഞ്ഞു 10 ആളൊന്നും ഹോം മീറ്റിംഗിന് ആവശ്യമില്ല. ഒരു 2, 3, 4 ആൾക്കാരെ ഹോം മീറ്റിംഗിന് ആവശ്യമുള്ളൂ. അത് കൃത്യമായി അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. ആ ഹോം മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു വിജയത്തിലേക്ക് കയറാൻ പറ്റും. അതേപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും വർക്ക്ഷോപ്പുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഒരുപാട് വർക്ക്ഷോപ്പുകൾ. ആ വർക്ക്ഷോപ്പുകളെല്ലാം കൃത്യമായി നിങ്ങളുടെ ടീമിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ ഡെമോ. നമ്മുടെ ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരെയും ബിസിനസ് പറയൂല, പ്രൊഡക്റ്റ് പറയില്ല. എന്താണ് സംശയം? അതിന് ലീഡർ വേണം. ഞാൻ പറയും ഈ ബിസിനസ്സിൽ വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒറ്റ സാധനം വേണം, ഈ ഡെമോ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഈ പറയുന്ന നമ്മളെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാഗ്നറ്റിക് തെറാപ്പിനെ പറ്റി ഒന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. എല്ലാ കാര്യവും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനാണല്ലോ നമ്മൾ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്.
നിങ്ങള് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയാസ് ഉണ്ടാവും. കാരണം ഇയാള് ബിസിനസ്സിൽ വരാൻ പറ്റിയ ആളാണോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്ലൈൻ ലീഡേഴ്സിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവര് ബിസിനസ്സിൽ വരാൻ തയ്യാറുള്ളതാണോ അല്ലെങ്കിൽ ഇവര് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടു തരം ആൾക്കാർ എന്തായാലും ഇവർ കടന്നു. പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരും വരും, വലിയ രീതിയിൽ ബിസിനസ് ഏറ്റെടുക്കുന്ന ആൾക്കാരും വരും. ഇനി വരാൻ പോകുന്നത് യുവാക്കളും യുവതികളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അലേർട്ടായിരിക്കേണ്ടത്. ഇനി വരാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കാര്യം കൃത്യമായി കമ്പനി എല്ലാ കമ്പനികളും ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് മത്സരമാണ്. ആ മത്സരം വരുന്ന സമയത്ത് നല്ല ടീം ഏതാണ്, നല്ല ലീഡർ ആരാണെന്ന് നോക്കിയിട്ട് ആൾക്കാരിൽ കടന്നു. അത് വരാൻ പോകുന്നത് പല കമ്പനിയിലും വർഷങ്ങളായി എക്സ്പീരിയൻസ് ആയിട്ട് ലീഡേഴ്സ് ആണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ആ കടന്നു വരാൻ പോകുന്ന കമ്പനിയിലെ വരുന്ന ലീഡേഴ്സ് മുഴുവൻ MR മാർക്കറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ആ MR മാർക്കറ്റിംഗ് വരുന്ന സമയത്ത് അവരെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി നേടിയെടുക്കാൻ പറ്റിയ ലീഡറാണ് ഞാനെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിസിനസ് വിജയിക്കാൻ പറ്റൂ. കാരണം ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനും അവരെ നിലനിർത്താനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇനിയുള്ള യുവാക്കളും യുവതികളും കടന്നു വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ചരിത്രം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് ഈ ഒരു ബിസിനസ്. ഇനി അതേപോലെ തന്നെ പ്രൊഡക്റ്റ് യൂസ്. പല ആൾക്കാരും ഈ ബിസിനസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ 1-to-1 കൊടുക്കുന്ന സമയത്തോ അല്ലെ ഹോം മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മളെ വിളിച്ച ആൾക്കാർ പല ആൾക്കാർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യില്ല. നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ നമ്മൾ ഒരു കാരണം വെച്ചാലും മറ്റുള്ളവർക്ക് പ്രൊഡക്റ്റ് നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ നമ്മളെ കമ്പനിയിലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ആ പ്രൊഡക്റ്റ് പറയാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഓരോ ലീഡേഴ്സും മാറണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വളരെ പെട്ടെന്ന് വിജയിക്കാൻ പറ്റൂ. ഇനി ഇംപ്രൂവ് യുവർ സ്കിൽസ്. ഇതിലൂടെ നമ്മൾ മെയിനായിട്ട് നേടിയെടുക്കുന്നത് 3 കാര്യം. ഇത് നമുക്ക് കോളേജുകളിലോ സ്കൂളിലോ സത്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. കാരണം ഒന്ന് മാനേജ്മെന്റ് സിസ്റ്റം. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം അത് നമ്മൾ പഠിക്കണം. അത് ഫീൽഡിലൂടെ നമ്മൾ പഠിക്കാൻ പറ്റൂ. ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയുന്ന നെഗറ്റീവ്സുകൾ നമുക്ക് കിട്ടും. ഫീൽഡിൽ പോകുമ്പോൾ ആ നെഗറ്റീവ്സിന്റെ പോസിറ്റീവ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ആൾക്കാർ നമുക്ക് കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ 10 വിരൽ പോലെ തന്നെയാണ്. 10 വിരലും 10 രീതിയിലാണ്. അതേപോലെ തന്നെയാണ് 10 മനുഷ്യന്മാരും 10 രീതിയിലാണ്. അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമാണ്. അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. രണ്ടാമത് ടൈം മാനേജ്മെന്റ്. അതായത് നമ്മൾ നാളെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസമോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. നാളത്തെ വർക്ക് അവിടെ ഇത്ര സമയം അവിടെയാണ് ഇവിടെയാണ് എന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. ഒരു ടൈമിനെ നമ്മൾ മാനേജ്മെന്റ് ചെയ്യേണ്ട രീതിയിലേക്ക് മാറണം. ഇതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പുകളിൽ കൃത്യമായിട്ട് പഠിക്കും. ടൈം മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ മണി മാനേജ്മെന്റ്. ഇവിടെ നമുക്ക് പണം വരും, കണ്ടമാനം പണം വരും. ആ വരുന്ന സമയത്ത് അത് ഏതിനൊക്കെ ചെലവാക്കണം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കൂടെ വന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കാൻ പോകുന്നത് നമുക്കും നമ്മളെ കൂടെ വന്നവർക്കും ലാസ്റ്റ് പണം ഉണ്ടാവില്ല, ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവില്ല. അച്ചീവ്മെന്റ് ഇല്ലാത്ത ഒരു ലീഡറും ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. അതിന് നമ്മൾ ഈ പറയുന്ന മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും അതേപോലെ മണി മാനേജ്മെന്റും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ടു ഡൗൺ ലൈൻസ്. പല ആൾക്കാർ പലയാളും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ കൂടെ വന്ന ലീഡേഴ്സിന് പറയും ഇവിടെ എന്റെ തായിയാണ്, ഇവൻ എന്റെ തായിയാണ്, അങ്ങനെ ഇവിടെ തായി മേലെയൊന്നും ഇവിടെ ഇല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങൾ അപ്ലൈൻ ലീഡർ നിങ്ങൾക്ക് ഈ അവസരം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ നാളെ അപ്ലൈൻ ലീഡർ ഈ ബിസിനസ്സിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ ഇത് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ഇതിനെ മനസ്സിലാക്കാനുള്ള സാഹചര്യം മാത്രമേ അപ്ലൈൻ ലീഡേഴ്സ് ഒരുക്കി തരൂ. ഈ സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് നിങ്ങളെ ബിസിനസ്സായി മാറും. അപ്പോ നമ്മളെ കൂടെ വരുന്നവരെ പോസിറ്റീവ് ബിലീഫ് ബിൽഡിംഗ് നോളജ് അല്ലെങ്കിൽ പോസിറ്റീവായുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. നമ്മളെ കൂടെ വരുന്നത് നമ്മൾ പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യം. അതേപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയെ പറ്റിയുള്ള അറിവ് നേടിയിട്ട് ആ അറിവ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സംസാരിക്കണം. ഇനി അതേപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ടു ക്രോസ് ലൈൻ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം സെന്റർ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ടീം ഉണ്ടാവും, പല ടീമുള്ള ആൾക്കാരുണ്ടാവും. അവരെല്ലാം ആയിട്ട് നമ്മൾ സംസാരിക്കും. അവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കണം നമുക്ക് വരുമാനം കുറഞ്ഞുണ്ടാകുക, ടീം വന്നിട്ടുണ്ടാവില്ല, ഇതൊക്കെ ഉണ്ടാവും. ഈ ഇൻഡസ്ട്രിയിൽ 2 ആൾക്കാരുണ്ടാവും നെഗറ്റീവ് പറയുന്നത്. ഒന്ന്, ടീം ഉള്ളവരും നെഗറ്റീവ് പറയും, ടീം ഇല്ലാത്തവരും നെഗറ്റീവ് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ
നമുക്ക് ഇവിടെ പോസിറ്റീവ് എന്താ? ഇവിടെ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈമിൽ വരുമാനം കിട്ടുന്നുണ്ടെന്ന് ഒരുപാട് ലീഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ലീഡേഴ്സിന് 2 സമയം വരുമാനം കിട്ടുമെങ്കിൽ, ആ കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കും കൃത്യമായിട്ട് തരും, നമുക്കും കൃത്യമായിട്ട് കിട്ടും. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. ആ വിശ്വാസം നിങ്ങൾ കൂടെയുള്ളവർക്ക് കൃത്യമായിട്ട് കൊടുക്കണം. കാരണം ഒരാൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടും, ഒരു സംശയവും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ക്രോസ് ലൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ലവ് ലൈൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ടീമിൽ അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലും കൃത്യമായി നെഗറ്റീവ് പറയും. ഇനി ചില ആൾക്കാർ നെഗറ്റീവ് പറയും. ആരറിയോ? സ്വന്തം ടീമിൽ ഒരു നെഗറ്റീവ് പറയില്ല, പക്ഷെ മറ്റേ ടീം കൊണ്ടുപോയിട്ട് നെഗറ്റീവ് പറഞ്ഞു. സത്യത്തിൽ അതിന് പറയുന്ന ഒറ്റ വാക്കുകൾ ചീറ്റിങ്, വേറെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അതിന് വേറെ വാക്കുകളൊന്നുമില്ല. പക്ക ചീറ്റിംഗ് ആണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വരുന്നത്. കാരണം എന്താ? ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇവിടെ ബോസ് ഇല്ല, ഇവിടെ ടൈം ലിമിറ്റ് ഇല്ല, ടാർഗറ്റ് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാം സുഖമാണ്. ഇവിടെ എപ്പോ വേണേലും വരാം, എപ്പോ വേണേലും പോവാം. അതുകൊണ്ട് എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ചില ആൾ മാറും. അങ്ങനെ വരുന്ന ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കില്ല. അപ്പൊ നമ്മൾ വലിയൊരു സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ പോലെ എല്ലാം വിശാലമായ മനസ്സുള്ളവർക്ക് എല്ലാവരും വിജയിക്കണമെന്നും എല്ലാവരും വിജയിപ്പിക്കണമെന്നും ഈ ഇൻഡസ്ട്രി വലുതാണെന്നും ഈ ഒരു കമ്പനിയും ഈ ഒരു ടീമും വളരെ വലുതാണെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കൂ. ഇത് എല്ലാവരും വിജയിക്കും. ഇത് ദൈവത്തിന്റെ സ്വന്തം കയ്യൊപ്പുള്ള മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് ശരിക്കും തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും ഞാൻ പറയാം, നിങ്ങൾക്ക് ഇതിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ പറ്റും. അതേപോലെ തന്നെ അവോയ്ഡ് ലൂസ് ടോക്ക്, അനാവശ്യമായ കാര്യം. ഇത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ കൂടുതൽ സ്ത്രീകളിലാണ്. ആരെയും കൊണ്ട് കുറ്റം പറയുന്നില്ല. കാരണം ഈ ലൂസ് ടോക്കുകൾ പരമാവധി നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റ് ഒഴിവാക്കും. കാരണം നമ്മൾ പറയേണ്ടത് നമുക്ക് PV ഉണ്ട്, BV ഉണ്ട്, അതേപോലെ തന്നെ തെറാപ്പി പ്രൊഡക്റ്റുകളുണ്ട്, വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട്, ഹോം കെയർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ പേഴ്സണൽ കെയർ ഉണ്ട്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ. ഇതിങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ സ്വയം ഡെവലപ്പ് ആവാൻ വേണ്ടി, നമ്മുടെ ടീം ഡെവലപ്പ് ആയി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക. പല ആൾക്കാരും 20 മിനിറ്റ് ബിസിനസ് സംസാരിക്കുന്നുള്ളൂ, ബാക്കി 2 മണിക്കൂർ തേച്ച് ലൂസ് ടോക്കാണ്. ലൂസ് ടോക്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ ലക്ഷ്യം, അതായത് ജീവിതത്തിൽ വലിയ ലക്ഷ്യബോധം ഇല്ലാത്ത ആൾക്കാർ നമ്മൾ പല ആൾക്കാർ കാണും. എനിക്ക് ഇതൊക്കെ മതി, ഞാൻ ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ കാണുന്ന ആൾക്കാർ നിങ്ങളെ പെട്ടെന്ന് തന്നെ വേഗ തോത് തെറ്റിക്കൊള്ളും, അല്ലെങ്കിൽ നിങ്ങൾ അയോട്ടായി. ഞാൻ ഇത് കണ്ടത്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആൾക്കാരോട് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മൾ അവരോടാണ് കൂടിയാണ് കിട്ടുന്നത്. നമ്മളിപ്പം നമ്മളറിയാം, നമ്മുടെ പ്രോഗ്രാം സെന്ററുകളിൽ റാബി സാറും സേവിയർ സാറൊക്കെ കത്തിച്ചലിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, അത് ചങ്കിൽ നിന്ന് പറിച്ചിരുന്ന വാക്കാണെന്നും അവരെ കൂടെ രക്ഷപ്പെടും എന്നുള്ള ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ അവരെ കൂടെ നിൽക്കുന്നത്. പല ആൾക്കാർ എന്തുകൊണ്ടാണ്? അവരെ വാക്കിൽ നിന്ന് നമുക്കൊരു വിശ്വാസം വരുന്നുണ്ട്, അവർ നമ്മൾ വിജയിപ്പിക്കും. അല്ലാതെ നമ്മളൊരു വളരെ വണങ്ങി റാബി സാർ അത് വേണേ വിജയിക്കൂ എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ ആകും. നമുക്ക് പറയാൻ വെച്ചാൽ ചങ്കുറ്റുള്ള ആൾക്കാരോട് മാത്രമേ ആൾക്കാർ കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചങ്കുറ്റത്തോടെ നിൽക്കാൻ നമ്മൾ പഠിക്കണം. അതിനെ നമ്മൾ മാക്സിമം ഒഴിവാക്കേണ്ടത് ലൂസ് ടോക്ക് നമ്മൾ ഒഴിവാക്കുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ബോഡി ലാംഗ്വേജ് വരുന്ന ഒന്ന് പ്രധാനപ്പെട്ട ഘടകമാണ്. ഒന്ന് നമ്മളെ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത് നമ്മുടെ ഡ്രസ് കോഡാണ്. നമ്മൾ വലിയ ഇൻഡസ്ട്രിയിൽ വരികയും ചെയ്യുക, നമ്മൾ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഡ്രസ് കോഡ് നിങ്ങൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് മാർക്കറ്റിംഗ് ആണ്. നമുക്കറിയാം, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് മുഴുവൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡുകൾ നിങ്ങൾ നോക്കുക. നിങ്ങളൊരു നല്ലൊരു മാർക്കറ്റിംഗ് ആണെങ്കിൽ നാളെ നിങ്ങൾക്ക് വലിയ അംഗീകാരം കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണ വെച്ചാൽ ഈ ദിവസവും കടന്നു പോകും. നാളെ ഒരു 6 മാസം 7 മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ സമയത്ത് ഇന്ന് നമുക്ക് കിട്ടുന്ന സേവിയർ സാറിനും റാഫി സാറിനും ഒക്കെ കിട്ടുന്ന അംഗീകാരം നാളെ നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഡ്രസ് കോഡ് വെച്ച് നമുക്ക് ഒരിക്കലും അംഗീകാരം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ്. നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ കാലം നമ്മളെ മയച്ചു കളയും, ഒരു സംശയവും വേണ്ട. അപ്പൊ നമ്മൾ ഇന്നെന്തായിരുന്നു എന്നല്ല, നമ്മൾ നാളെ എന്താവും നമ്മൾ ഇപ്പോഴേ കണ്ടുകൊണ്ടായിരിക്കണം. നമ്മൾ ഡ്രസ് കോഡ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കണം. എസ്പെഷ്യലി അത് ലേഡീസ് ആണെങ്കിലും അത് ജെന്റ്സ് ആണെങ്കിലും നമ്മളെ പറയും എനിക്കിതൊക്കെ മതി, ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ നമ്മൾ പല ആൾക്കാരും പറയുന്ന വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് വലിയൊരു അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മൾ മാറുക തന്നെ വേണം. നമ്മൾ ഭയങ്കര സംഭവമായിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ മാറിയിരിക്കണം. അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രസ് കോഡ്. മൂന്നാമത് ടൂൾസ്.
ഇവിടെ നമുക്കറിയാം, ഇവിടെ ഏത് മേഖലയും പണിയെടുക്കുന്നവർക്ക് ടൂൾസ് ഉണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ നോക്കി ഏത് മേഖല ആയിക്കോട്ടെ അവർക്ക് ടൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൂൾസ് ഇല്ല. അപ്പൊ നമ്മളെ ടൂൾസ് എന്താ? പുളിയും പിന്നെ തിരുമ്പാണോ? അപ്പൊ നമ്മളെ ടൂൾസ് എന്താ? നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മളെ ടൂൾസ് എന്താ വെച്ചാൽ നമ്മളെ കമ്പനിയുടെ പ്രൊഫൈലുകളും നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രൊഫൈലും ഒക്കെ കാണിക്കുന്ന ഒരു ടൂൾസ് നമുക്ക് വേണം. ആ ടൂൾസ് നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ടാബോ ലാപ്ടോപ്പോ ഇതൊക്കെ ഉപയോഗിച്ച് ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ. അതിൽ നമ്മൾ എപ്പോഴും നമുക്ക് പല ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ആദ്യം നമ്മൾ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാനായിരിക്കണം. അതായത് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് മാറണം. നെറ്റ്വർക്കർ എന്ന് പറയുന്ന സമയത്ത് സത്യത്തിൽ പറഞ്ഞാൽ പ്രൊഫഷണൽസ് ആണ്. അതായത് ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ എന്ന് പറയുന്ന പോലെ LIC എന്ന് പറയുന്ന പോലെയുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാരാണ് നെറ്റ്വർക്ക് മാർക്കറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് മാറണം. നല്ല കാര്യമല്ലേ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് മാറുന്നത്. ഇനി റെസ്പോൺസിബിലിറ്റി, നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അത് ഏത് കാര്യമായിട്ടാണ്. ഇനി അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേ നിങ്ങളുടെ ടീം ചെയ്യും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ എല്ലാ ദിവസവും മോർണിംഗ് മീറ്റിംഗ് കയറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമും എല്ലാ ദിവസവും മോർണിംഗ് മീറ്റിംഗ് കയറും. ഇനി നിങ്ങൾ എല്ലാ ദിവസവും മോർണിംഗ് മീറ്റിംഗിൽ മറ്റുള്ളവരെ വിളിച്ചു പറയുന്നു, നിങ്ങൾ കയറുന്നില്ലെങ്കിൽ അവരും അത് തന്നെ ചെയ്യും. പണ്ടൊരു കഥയുണ്ട്. ഒരു കല്യാണത്തിന് ഒരു മൊയിലാർ പോയത്. ഈ മൊയിലാർ എന്ന് പറയുന്നത് ഒരാളെ കുറ്റം പറയുന്നതന്നെ ഒരു കഥയായിട്ട് നിങ്ങൾ കണ്ടാവും. ഈ ഉസ്താദ് എന്ന് പറയുക വെച്ചാൽ എല്ലാ കല്യാണത്തിനും പോയിട്ടും ആ കച്ചേരി ഒരു വടി വെച്ചിട്ട് എല്ലാ കല്യാണത്തിനും. അവസാനം ആ ഉസ്താദിന്റെ മോളെ കല്യാണം വന്നു, നാട്ടുകാർ തേച്ചും എല്ലാ കച്ചലും ഓരോ വടിയും വെച്ചു. ഇതാണ് സംഭവിച്ചത്. പക്ക ഡ്യൂപ്ലിക്കേഷനാണ്. ഞാൻ പറയാം, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേ നിങ്ങളുടെ ടീം ചെയ്യും. നിങ്ങൾ എല്ലാ മീറ്റിങ്ങിനും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ടീമും അറ്റൻഡ് ചെയ്യും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഡ്രസ് കോഡ് മാറാൻ തയ്യാറാകുന്നുണ്ടോ നിങ്ങളുടെ ടീമും മാറും. അല്ലേ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഈച്ച കോപ്പി എന്ന് പറയും. നമ്മൾ ഈച്ച കോപ്പി എന്ന് കേട്ടില്ലേ, അത് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ഇനി അതേപോലെ തന്നെ ബേസിക് ഡ്യൂട്ടീസ് ഓഫ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ. ഒരു ഡിസ്ട്രിബ്യൂട്ടർ കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. പല ആൾക്കാർക്കും പരാജയപ്പെട്ടു പോകുന്ന നമ്മൾ ഏതെങ്കിലും BOPയിൽ നല്ല ലീഡേഴ്സിന്റെ മോട്ടിവേഷൻ ഒക്കെ കേട്ട് നമ്മൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ വീട്ടിലെത്തുന്ന വരുന്ന വഴിക്കൊക്കെ നമ്മൾ കണ്ടാളോട് എല്ലാം ഈ ബിസിനസിനെ പറ്റി പറയും. ശരിയായിട്ട് മതിയായ അറിവ് വരുന്നവരെ നിങ്ങൾ ദയവ് ചെയ്ത് ഒരാളോട് ബിസിനസ് പറയരുത്. നിങ്ങൾക്കൊരു അറിവ് വേണം. കാരണം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ചോദിക്കുന്ന സമയത്ത് അതിന് കൃത്യമായ ഉത്തരം കൊടുക്കുന്ന ആളെ നിങ്ങൾ മാറണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കാണുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് അവരെ കിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ബിസിനസ്സിൽ മതിയായ അറിവ് നേടുന്നവരെ നിങ്ങൾ ബിസിനസ് പറയരുത്. അതിനാണ് അപ്ലൈ ലീഡേഴ്സ്. മനസ്സിലല്ലേ? ഇനി അറ്റൻഡ് ദ മാക്സിമം മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ്. ഈ അറിവ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം. യാതൊരു സംശയവും വേണ്ട. ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ MBA പഠിക്കണ്ട, MTech പഠിക്കണ്ട, BTech പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? യഥാർത്ഥ രീതിയിൽ യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ല. പക്ഷേ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഇതിനെപ്പറ്റി നമുക്ക് കുറഞ്ഞ അറിവ് നമ്മൾ നേടിയെടുക്കണം. കാരണം അങ്ങനെ നേടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നല്ല കഴിവും കപ്പാസിറ്റി ആൾക്കാർ കടന്നു വരും. അങ്ങനെ വരുന്ന സമയത്ത് ഓരോരുത്തരുടെ കഴിവുകളുണ്ട്. ചില ആള് നല്ല സംഘാടകനായിരിക്കും, ചില ആള് നന്നായിട്ട് മീറ്റിംഗ് എടുക്കും, ചില ആള് നന്നായിട്ട് MC ചെയ്യും. ഇതൊക്കെ ചില ആള് പ്രൊഡക്റ്റ് നന്നായിട്ട് പഠിക്കും, പ്രൊഡക്റ്റിനെ പറ്റി അസാധ്യ അറിവായിരിക്കും. ഇതൊക്കെ നമ്മുടെ ടീമിൽ വരും. എല്ലാം നമ്മൾ പഠിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ എല്ലാ മീറ്റിംഗ് ട്രെയിനും അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ മീറ്റിംഗിൽ ഞാൻ ആദ്യം മുമ്പിൽ എത്തിയിരിക്കണം. ആര് വന്ന് ആര് വന്നില്ല എന്ന് നമ്മൾ നോക്കാൻ പാടില്ല. ആര് വന്നാലും ശരി ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തിരിക്കും എന്നുള്ള തീരുമാനമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ സുന്ദരമായി ഈ ബിസിനസ് വിജയിക്കാൻ പറ്റും. ഇനി ലിസ്റ്റ് മേക്കിംഗ് ആൻഡ് ഷോർട്ട് ലിസ്റ്റ്. ഈ ലിസ്റ്റ് മേക്കിംഗ് പല ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ലിസ്റ്റ് നിങ്ങൾക്ക് വേണം. ഈ ലിസ്റ്റിൽ നിങ്ങൾ 100 500 ആൾക്കാരെ എഴുതി വെക്കണം. പക്ഷേ ഈ 100 500 ആൾക്കാരെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റൊന്നുമില്ല. പക്ഷേ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഉപകരിക്കാൻ പോകുന്നത് റീപർച്ചേസിലൂടെയാണ്. ലിസ്റ്റ് നിങ്ങൾക്ക് വേണം. വലിയ നേട്ടങ്ങളാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് വേണം. അത് കൃത്യമായി അപ്ലൈ ലീഡേഴ്സിനെ കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടായിട്ടാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകണം. വെറുതെ എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഫീൽഡിൽ പോകരുത്. നിങ്ങൾ ഒരാളെ പോകുന്നുണ്ടെങ്കിൽ ആ അപ്ലൈ ലീഡർ സമയം നിങ്ങൾ വെറുതെ കളയരുത്. നിങ്ങൾ കൃത്യമായി ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യിക്കുക. ആ ലീഡർ കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യിച്ച് അവരെ സമയമായി കൃത്യമായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സക്സസ് ആണ്. ഒരു സംശയവും വേണ്ട. ആ ക്ലയന്റിനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ഒന്നും പറയാതെ ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ ഇവരെ ഒരു കാര്യം അറിയാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ
നിങ്ങൾ വിജയിക്കില്ല. പല ആൾക്കാരെ കണ്ടുവരുന്നത് സാറേ ആടെ കാണാൻ ഇവിടെ കാണാൻ അങ്ങ് പോയിട്ട് ഇങ്ങ് പോയിട്ട് ഇതൊക്കെ പറയും. ഇത് ആവേശമാണ്. ആ ആവേശം നമ്മൾ ചിലപ്പോൾ പരാജയം. കൃത്യമായി ഒരു സിസ്റ്റമാറ്റിക് ആയി ഒരു പ്രൊഫഷണൽ ആയി നമ്മൾ എന്ത് ചെയ്യണം? ലിസ്റ്റ് മേക്ക് ചെയ്യണം, അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ലീഡേഴ്സിനോട് പറഞ്ഞ് നിങ്ങൾ പോകണം. ഇനി ഇൻവിറ്റേഷൻ, ഹോം മീറ്റിംഗ് ആൻഡ് BOP. പല ആൾക്കാരും BOPയിൽ വരുന്ന സമയത്ത് സാറേ ഓർ വന്നില്ല, മറ്റോ ഇന്ന് വരുമെന്ന് പറഞ്ഞു വന്നില്ല. പല ആൾക്കാർ BOP സെന്ററിൽ അങ്ങനെ കൃത്യമായിട്ട് BOP എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു നിന്നിട്ട് ഫോൺ ചെയ്തു, ഇനി വരുന്നില്ലേ. അപ്പം ഇനി വരുന്നില്ലേ ഫോൺ ചെയ്യുന്ന ലീഡർ BOP കേട്ടിട്ടുണ്ടാവില്ല. ലാസ്റ്റ് ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക. എന്താ കേൾക്കുന്നുണ്ടാ? നിങ്ങളെ ഡെയിലി വരുവാനും 30 എന്തെങ്കിലും മനസ്സിലാവും. അപ്പൊ യഥാർത്ഥ രീതിയിൽ നമ്മൾ ഇതൊക്കെ മുമ്പ് ഇൻവിറ്റേഷൻ ഹോം മീറ്റിംഗിലായാലും ശരി, BOPയിലായാലും ശരി, നിങ്ങൾ കൃത്യമായി ഇൻവിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നിങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ പഠിക്കാൻ പറ്റും. ഇതൊക്കെ ഒരുമിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു 1 ഡേ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ 2 ഡേ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഹാഫ് ഡേ ട്രെയിനിങ്ങോ ഒക്കെ വരുന്നതായിരിക്കും. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നിങ്ങൾ അത്യാവശ്യം നോട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ബിസിനസ് വിജയിക്കാൻ പറ്റും. ഇതൊക്കെ ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഓരോ മീറ്റിംഗോ ട്രെയിനിങ് പറയും, അത് കൃത്യമായി നോട്ട് ചെയ്യുക. പല ആൾക്കാരും ഒരു മീറ്റിംഗോ ട്രെയിനിങ് ഉള്ള സമയത്ത് കയ്യിൽ പെന്നും ഉണ്ടാവില്ല, ബുക്കും ഉണ്ടാവില്ല, നോട്ട് ചെയ്യാം. ചിലപ്പോൾ ആർന്നും കടലാസിൽ പറിച്ചിട്ട് പല ആൾക്കാർ കണ്ടിട്ട് നമ്മളെ ടിഷ്യൂ പേപ്പറിൽ പറിച്ചിട്ട് എഴുതുന്നതാണ്. അതൊക്കെ ടിഷ്യൂ ആണ്. നിങ്ങൾ ടിഷ്യൂ ആണ്, ഒരു സംശയവും വേണ്ട. നിങ്ങൾ എഴുതി കുറിച്ചത് നിങ്ങൾ എപ്പോഴും മറച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറിയ ഒരാളാണ്. നിങ്ങളെ കാലം തെളിയിക്കും നിങ്ങളൊരു നല്ലൊരു അച്ചീവർ ആണ് എന്ന് കാലം തെളിയിച്ചു. അല്ലാതെ നിങ്ങൾ ടിഷ്യൂ പേപ്പർ എഴുതിയാൽ നിങ്ങൾ ടിഷ്യൂ ആണ്. അത് ഏതെങ്കിലും തോട്ടിലോ ഏതെങ്കിലും പുഴയിലോ ഒഴിച്ചു, ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഏതായാലും കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലേക്ക് നിങ്ങൾ മാറ്റുന്നത്. അതേപോലെ തന്നെ പ്രസന്റേഷൻ, നിങ്ങളെ കയ്യിലിരിക്കുന്ന പ്രൊജക്റ്റും നിങ്ങളെ പ്ലാനും ഒക്കെ പ്രസന്റ് ചെയ്യുന്നതിന്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ മാറും. ഏത് അയഞ്ഞ രീതിയിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ പ്രസന്റ് ചെയ്യരുത്. കാരണം നിങ്ങൾ പ്രൊഡ്യൂസറിനാവും, അത് 1 year ആണോ 2 year ആണോ എന്ന് നിങ്ങൾ സെറ്റ് ചെയ്യണ്ടാവും. പക്ഷേ നിങ്ങൾ പ്രൊഡ്യൂസറിനാവും എന്ന് പറയുന്ന ആ പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അയഞ്ഞ രീതിയിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് വിജയിക്കില്ല. കാരണം നിങ്ങൾക്ക് വിശ്വാസം വേണം. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് എല്ലാ ലീഡേഴ്സും വളരെ ഭംഗിയായി പ്ലാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരുവിധം നമ്മൾ ഏതായാലും പഠിക്കും. ആ പ്ലാന് നമ്മൾ തറാവണം. ആ തറായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വളരെ സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റൂ. കാരണം പ്ലാൻ അറിയണ്ടേ? നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറം വന്ന PV നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിൽ ആ PV കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ പറയാ എനിക്ക് ലക്ഷം. ചില ആൾ പറയാ 14 ദിവസം, ഇനിയിപ്പം നമുക്കുള്ള 13 ദിവസവും അല്ല 12 ദിവസമാണ് ഈ മാസം ക്ലോസ് ചെയ്യേണ്ടത്. ഈ 12 ദിവസം എന്റെ കൂടെ ലീഡറോട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ഈ 12 ദിവസം കൊണ്ട് എത്ര വരുമാനം നടക്കും എന്ന് പറഞ്ഞ സമയത്ത് പ്ലാൻ ആണെന്ന് പറയും എനിക്ക് 1 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. കാരണം നമ്മളെ കട്ട് ഓഫും നമ്മളെ PV നോക്കുകയാണെങ്കിൽ ഒരു SP റാങ്കിലാക്കി ഈ 12 ദിവസം കൊണ്ട് എങ്ങനെ ഇത് നേടിയെടുക്കാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. അപ്പൊ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് പ്ലാൻ അറിയില്ല, അതാണ് സത്യം. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പ്ലാന് നമുക്ക് കൃത്യമായി കഴിഞ്ഞാൽ, പ്ലാന് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് നമുക്ക് നേടാൻ പറ്റുന്ന വരുമാനത്തെ പറ്റി നമുക്കൊരു അറിവ്. മനസ്സിലെ? ഇനി നമുക്ക് ആഗ്രഹം വേണം, എത്ര വരുമാനം വേണം നമുക്ക് ആഗ്രഹമില്ലേ? പല ആൾക്കാരും പിന്നെ എല്ലാ ദിവസവും ഫീൽഡ് പോക്കാണ്. സത്യം പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സാധനം വെക്കുന്ന ഒരു പരിപാടിയല്ല. മനസ്സിലെ? ലീഡേഴ്സ് ക്രിയേഷൻ ആണ്. നമ്മളെക്കാട്ട് കഴിവും കപ്പാസിറ്റി ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ സാധനം വിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ സാധനത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ്. കാരണം സൊസൈറ്റിയിൽ ഒരുപാട് നെഗറ്റീവ്, നമ്മൾ ഏത് കൊടുക്കുന്ന സ്ഥലത്ത് പുതിയ നെഗറ്റീവ്. ആ പുതിയ നെഗറ്റീവ് നമ്മളൊരു പുതിയൊരു അറിവാണ്. ഈ അറിവാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നത്. കാരണം നാളെ നമ്മളെ കൂടെ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പോസിറ്റീവായുള്ള കാര്യമാണ് ഫീൽഡിലെ നെഗറ്റീവ്. കാരണം ഒരേ നെഗറ്റീവിനാണ് പലയിടത്തും പറയുന്നത്. ചില പുതിയ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവിന്റെ പോസിറ്റീവ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആള് സക്സസ് ആണല്ലോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പ്രസന്റേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. ഇനി അടുത്തത് ഫോളോ അപ്പ്. പല ആൾക്കാരും ഇന്ന് കാണും നാളെ കാണും ഒക്കെ കാണും, പക്ഷെ ഫോളോ അപ്പ് ചെയ്യും. ഈ ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്യണം എന്നാ പറഞ്ഞത്. 24 മണിക്കൂറിന് പോയിട്ട് 48 മണിക്കൂറായിട്ട് പല ഫോളോ അപ്പ് ചെയ്തില്ല. എന്നിട്ട് പറയും ടീമില്ല, ആളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ സെയിൽ ക്ലോസിംഗ്. നമ്മൾ പല ആൾക്കാർ ഫീൽഡിൽ പോയിട്ട് പറയും സാറേ വർക്ക് കൊടുത്താക്കളെല്ലാം പറയുന്നത് ഞാൻ ക്ലോസ് ചെയ്തു. ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ക്ലോസ് ചെയ്യാന്ന് പറയുന്നത് അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ ക്യാഷ് വാങ്ങി. ഇതാണ് ക്ലോസിംഗ്. നിങ്ങൾ വർക്ക് കൊടുത്ത് അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ ക്യാഷ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സെയിൽ ക്ലോസിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. സെയിൽ ക്ലോസിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ നമ്മൾ ഈ പറയുന്ന BOPകളിലും NDOPകളിലും ട്രെയിനിങ്ങിൽ ഇരുത്തണം. കാരണം പല ആൾക്കാരും പ്രശ്നിച്ചാൽ
ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇത് ഞാൻ മാത്രം കാണാനുള്ളതല്ല, ഞാൻ മാത്രം കേൾക്കാനുണ്ട്. നമ്മളെ കൂടെ വന്നവരും കാണാനും കേൾക്കാനും ഉള്ള ഒരു അവസരമാണ് നമ്മളെ മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ഞാൻ എന്താണോ ചെയ്യുന്നത് അതൊക്കെ എന്റെ കൂടെ വന്നവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് നന്ദനത്തില് ഏതോ ഒരു നടി പറഞ്ഞ പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാനേ കേട്ടുള്ളൂ, ആ രീതിയിലേക്ക് നിങ്ങൾ മാറും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ലീഡേഴ്സ് കൃത്യമായി ഈ കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. ഇത് ലാസ്റ്റ് എന്ത് ചെയ്യുന്ന ഇതെല്ലാം ഒരു ഡ്യൂപ്ലിക്കേഷനായി ഇതങ്ങ് നെറ്റ്വർക്കിലേക്ക് ആയിക്കോളും. അപ്പൊ ഏതായാലും ഇന്ന് വളരെ ഭംഗിയായി ഇന്ന് എല്ലാവരും മോർണിംഗ് മീറ്റിംഗ് നല്ലൊരു ദിവസം. കർക്കിടക മാസം തുടങ്ങി, രാമായണ മാസമാണ്. എല്ലാവരും ഉലുവക്കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ശംസെല്ലും അതേപോലെ തന്നെ നമ്മളെ മാഗ്നറ്റിക് തെറാപ്പി പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ, വെൽനസ് പ്രൊഡക്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിലൊന്ന് നമ്മളെ മോർണിംഗ് ചൂർണം എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിലൂടെ നമുക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് വെൽനസിന് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഉപയോഗിച്ചാൽ മനസ്സിലാവും. ആ ഒരു പ്രൊഡക്റ്റ് 5 ഗ്രാം രാത്രി വെള്ളം ചൂടെടുത്ത് കുടിച്ച സമയത്ത് രാവിലെ നല്ല ശോചനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇത് കൊടുത്താൾ ഹാപ്പിയാണ്, കുടിച്ചാൾ ഹാപ്പിയാണ്. എന്തായാലും അതിൽ തുടങ്ങിയ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ 2025 അവസാനിക്കുന്നതോടുകൂടി ഇവിടെ ഒരുപാട് കോടീശ്വരന്മാരും ലക്ഷാപതികളും ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സംശയവും വേണ്ട. ഇത് കഴിഞ്ഞ് ഞാൻ പറയുന്നത് 2026 ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നമുക്കൊരു ചരിത്രം പറയാം. ഇന്ന് ഞാൻ പറയാം, ഒരു സംശയവും വേണ്ട. ഇന്ന് ഏത് കമ്പനിയും ഇങ്ങോട്ട് വന്നാൽ, ഒരുപാട് കമ്പനിയുടെ പ്ലാനൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റിൽ ഈ പ്ലാനും ഈ പ്രൊജക്റ്റുമായിട്ട് ഇത്രയും ഗുണമുള്ളതും അല്ലെങ്കിൽ ഇത്രയും വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ പോകുന്ന ഒരു പ്ലാനും ഒരു പ്രൊജക്റ്റും ഇന്ന് ഒരു കമ്പനിയും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ ഇത് ദൈവം സഹായിച്ച് ഇത് കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റുമാണ്. എന്തായാലും MR മാർക്കറ്റിങ്ങും അതേപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഒരുപാട് കോർ ലീഡേഴ്സിന്റെ വലിയൊരു ടീമാണ്. ആ ടീം എന്ന് പറയുന്നത് നയിക്കുന്നത് തന്നെ വിജയിച്ച ആൾക്കാരാണ്. നമ്മളെപ്പോഴും പറയാം, വിജയിച്ച ആൾക്കാരോട് നിൽക്കുക. നമ്മൾ ലീഡർ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് നയിക്കുന്നവൻ എന്നാണ്. അപ്പൊ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് LEADER എന്നാണ് ലീഡർ. ആ എന്ന് മാറ്റിക്കഴിഞ്ഞാൽ ലേഡർ ആയിപ്പോകും. അപ്പൊ നമ്മൾ ലേഡർമാരോട് അല്ല ഉള്ളത്. നമ്മൾ ലീഡർ എന്ന് പറയുന്ന ആ സൗത്ത് ഇന്ത്യൻ ടീമിലെ കരുത്തിറ്റ സാരഥികളായിട്ടുള്ള നമ്മളെ സേവ്യർ സാറും റാഫി സാറും RK സാറും JP സാറും എന്നടങ്ങുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഹരികൃഷ്ണ സാറ്, ഒരുപാട് ജിബിൻ സാറ്, അജിലേഷ് സാർ, ഇങ്ങനെ ഒരുപാട് ഷംന മേഡം, ഇങ്ങനെയുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവര് വിജയിച്ച പാതകൾ കാണിച്ചു തന്ന ലീഡേഴ്സ് ആണ്. അതുകൊണ്ട് അവരെ കൂടെ നിൽക്കുക. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. നമ്മൾ പറയാ, എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മള് വെറുതെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും. അതുകൊണ്ട് പ്രവർത്തിച്ച് തയഞ്ഞു പോട്ടെ. എന്തായാലും നമുക്ക് 24 മണിക്കൂറും നമ്മളെ ബിസിനസ് മാത്രം മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ലോകത്തിൽ തന്നെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ വലിയൊരു അച്ചീവറായി മാറട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നാട്ടിലും ഒരു ചരിത്രം കുറിക്കട്ടെ. നിങ്ങൾക്ക് MR മാർക്കറ്റിംഗ് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെക്ഷനോട് നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് MR മാർക്കറ്റിംഗ്. താങ്ക് യു ഓൾ.